ശരിയേ എന്താ വെച്ചാ ആ മന്മഥനെ ആശുപത്രി കൊണ്ടുപോയെന്ന് നമുക്ക് പോയോ കാരണമില്ലടാ. അത് കുഴപ്പമൊന്നുമില്ല അച്ഛാ. ഞാൻ ലക്ഷ്മിനെ വിളിച്ചിരുന്നു. അപ്പൊ ഡോക്ടറെ കണ്ടിട്ട് അപ്പൊ തന്നെ പോയി കിടക്കണ്ട, മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതല്ലേ? അങ്ങനെയാണെങ്കിലേ അധികം വൈകാതെ തന്നെ ഒരു മുഹൂർത്തം നിശ്ചയിച്ചിട്ടാണ് കല്യാണം നടത്താൻ നമുക്ക്. പെട്ടെന്ന് ആയിക്കോട്ടെ, വയസ്സ് കൂടി വരണേണ് എനിക്ക്. പട്ടി ആത്മാർത്ഥ സുഹൃത്തിനെ വാങ്ങിച്ച് മതിയായിട്ടാണ് നിനക്ക്. എടാ, ഞാൻ എത്ര ഇഷ്ടപ്പെട്ട പെണ്ണ് കണ്ട പെണ്ണിനെ നീ തട്ടിയെടുത്തില്ലടാ മോനെ. പട്ടി ചേട്ടായി ഇറക്കിയത് വേണം. എടാ, എത്ര പൈസയുടെ 1000 റുപ്യ 500 റുപ്യൊക്കെ മറിഞ്ഞ് പറയുമ്പോ ഞാൻ മേടിച്ച് തന്നില്ലടാ നിനക്ക്. ഇനി ഒരിക്കലും ഞാൻ ഒറ്റയ്ക്കേ പെണ്ണ് കാണാൻ പോലും. ഉറപ്പ് ഒരാളും എനിക്ക് വേണ്ട. സുഹൃത്തും വേണ്ട, അച്ഛനും വേണ്ട, അമ്മോനൊരു കുങ്കും വേണ്ട എനിക്ക്. പക്ഷെ ഇതാ എന്റെ കല്യാണം നീ വരണം. എന്റെ ഒരു പെട്ടി ചോറ് തിന്ന് നിനക്ക് കാണണം. കരഞ്ഞു കരങ്ങി ഇങ്ങോട്ടും കൂടെ കരഞ്ഞു കരങ്ങ കണ്ണുക്ക് കാണണം അതിന്റെ. അത് കണ്ടിട്ട് ഞാൻ മരിക്കും. ഞാൻ മരിക്കൂല, നീ മരിക്കൂ. പാർട്ടി തുഷ്ട, എന്നോടിത് വേണ്ട. നോക്കണേ കുട്ടി, ഇവിടെ ഞാൻ ഇടലാണത്. പിന്നെ അങ്ങോട്ട് നോക്കി എന്ത് വേണം പട്ടി. മിണ്ടണ്ട പൊയ്ക്കോട്ടെ, അവൻ കാരണമാണ് ഈ കാര്യം ഉണ്ടായത്. ആ പെണ്ണിന് ഇപ്പൊ അവന് ഇഷ്ടമില്ലാത്തതിന് നമ്മളെന്ത് ചെയ്യാനും. മന്മഥനാണല്ലോ. മന്മഥ, ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കുഴപ്പമില്ല സുഹൃത, അത് ചെറുതായിട്ട് പ്രഷർ ഒന്ന് കൂടിയതാ, വേറെ കുഴപ്പമൊന്നുമില്ല. സുഹൃതനെ ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നേ. ശരി, ഗൗരവമുള്ളൊരു കാര്യം ഒന്ന് സംസാരിക്കാനാ. അതെ, ഞാനും അതിന് വേണ്ടിട്ടാ. അപ്പൊ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ കല്യാണം അങ്ങോട്ട് നടത്താം. അതിന്റെ ഡേറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ. അപ്പോഴപ്പോ വിളി വന്ന്. ഈ പ്യാരുജാതൻ കോവിഡ് വാക്സിൻ എടുത്തിട്ടുണ്ടോ? പിന്നെ എടുത്തിട്ടുണ്ട്. വാക്സിൻ എടുത്തിട്ടില്ലേ കോവിഡിന്റെ? പിന്നെ ബൂസ്റ്റർ കൊടുത്തു 3 എണ്ണം. 2 എണ്ണം പിന്നെ ബൂസ്റ്റർ കൊടുത്തു. അതിന്റെ മറ്റേ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. നമ്മുടെ ലക്ഷ്മി മോളും കോവിഡ് വാക്സിൻ എടുത്തിട്ടുണ്ടേ. നന്നായി. അപ്പൊ അതുകൊണ്ടൊരു ചെറിയ പ്രശ്നമുണ്ട് സുഹൃത. അതായത് ഇപ്പൊ ഈ കോവിഡ് വാക്സിൻ എടുത്ത ആൾക്കാർ പലരും ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ഈ കോവിഡ് വാക്സിൻ എടുത്ത് നമ്മുടെ മക്കൾ തമ്മിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഭാവിയിൽ അവർക്കൊരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ ഈ മക്കൾക്ക് വല്ല ഹാർട്ട് അറ്റാക്ക് വല്ലതും വന്ന് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കുട്ടി അനാഥായി പോകൂലേ? മിഥുനത്തിൽ മതി. അപ്പം അതുകൊണ്ടേ ഞാൻ കോവിഡ് വാക്സിൻ എടുക്കാത്ത ഒരു ചെക്കനെ നോക്കി എൻ്റെ മോളെ കല്യാണം കഴിപ്പിക്കാനാണ് ഇപ്പം തീരുമാനിച്ചേക്കണേ. എന്താ മന്മഥ പറയുന്നത്? ശ്രീധരനൊന്നും വേണ്ടെന്ന് പറ. ഒന്നും വേണ്ട. എന്താ പറഞ്ഞു വരുന്നേ? ഒന്നും ചോദിക്കില്ല അച്ഛാ. അല്ല, അപ്പൊ ഈ കല്യാണം അത് നടക്കില്ല സുഹൃത. ഹലോ ഹലോ, എന്താ വെച്ചാ? ശ്രീധരൻ ചോദിച്ചാ ഈ കല്യാണം നടക്കില്ല. നീ മറ്റേ ഈ കോവിഡിന്റെ വാക്സിൻ എടുത്തില്ലേ? അതാ കാരണം. അതെന്താ ഇത്ര വലിയ കുഴപ്പമാണോ? കോവിഡിന്റെ വാക്സിൻ എടുത്ത ചെറുപ്പക്കാർക്കൊക്കെ മറ്റേ രക്തം കട്ട പിടിക്കുന്നുണ്ടെന്നോ അറ്റാക്ക് വരുന്നുണ്ടെന്നോ അവർ പെട്ടെന്ന് മരിച്ചു പോവാണെന്നൊക്കെ പറയണ ചങ്ങായി. അപ്പൊ ഇപ്പൊ ജാതകമൊന്നും പ്രശ്നമല്ലേ? വാക്സിൻ എടുത്താണോ കുഴപ്പം? അല്ല, എല്ലാപ്പ ആ ഉണ്ണിയുടെ പ്രാക്കാണിതേ. അവൻ കണ്ട പെണ്ണല്ലേ, നീ തട്ടിയെടുത്തല്ലേ. വെറുതെ അല്ല ഈ പഴഞ്ചൊല്ലില് പതിരില്ല പറയണതേ. പൊട്ടനെ ചട്ടം ജയിച്ച ചട്ടനെ ദൈവം ജയിക്കും. നടക്കൂലേ? നടക്കില്ല. മക്കളെ, നിങ്ങൾ ആരെങ്കിലും വാക്സിൻ എടുത്തിനെയോ? രക്ഷപ്പെട്ടു കേട്ടോ, വാക്സിൻ എടുത്തില്ലേ? സന്തോഷായി. വരട്ടെ. മക്കളെ, നിങ്ങൾ ആരെങ്കിലും വാക്സിൻ എടുത്തിനെയോ? രക്ഷപ്പെട്ടു കേട്ടോ, വാക്സിൻ എടുത്തില്ലേ? സന്തോഷായി. വരട്ടെ. വാക്സിനേഷൻ എടുത്തില്ലേ? എടുത്തിട്ടുണ്ട്. ഡേറ്റ് വരും. അതോ എന്താ ഞാൻ പറഞ്ഞു?
ഞാൻ എന്താ നിങ്ങളോടൊക്കെ പറഞ്ഞേന്ന് വാക്സിനേഷൻ എടുത്തവർക്കൊക്കെ പ്രശ്നമാണ്. ഇതപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞൊക്കെ അവിടെ കിടക്കട്ടെ. ഇപ്പൊ വാർത്തകൾ കേൾക്കണ്ടോ നിങ്ങൾ ടിവിയിലും പത്രത്തിലൊക്കെ? വാക്സിനേഷൻ എടുത്തവരുടെ കാര്യങ്ങളൊക്കെ പോക്കാണ്. ഓ മയ്യത്താവുന്ന് ആ ഹൃദയസ്പന്ദനം. ഹൃദയസ്തംഭനം. ആ എന്റെ അപ്പൂപ്പൻ ഇതിനകത്ത് ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ടു. ഒരു വാക്സിനേഷൻ ഒന്നും എടുത്തിട്ടാ. നിലയ്ക്കൊന്ന് കേട്ടോ, ഈ വാക്സിനേഷൻ ഉണ്ടാക്കിയ കമ്പനി തന്നെ പറയുന്നുണ്ട് ഈ വാക്സിനേഷൻ എടുത്ത ആൾക്കാരൊക്കെ മയ്യത്താവുന്നു. അല്ലേ ശ്രീലങ്ക? മയ്യത്താവുന്ന ആ വെറുതെ പറയല്ല, അത് സർക്കാർ പറഞ്ഞിട്ടല്ലേ ഞാൻ സൂചിപ്പിച്ചത്. ആരോടാ ഈ വെറുതെ നമ്മുടെ വായന വെള്ളം വറ്റിക്കാന്നാണ്ട് ഒരു കാര്യമില്ല. ഇനിയിപ്പോ തക്ക മാച്ച് കളി. നാം വേറൊരു കാര്യം പറയട്ടെ. നമ്മുടെ സുഗതന്റെ മകല്ലേ പ്യാരി പോയി. പ്യാരി പോയാ? എടാ പോയിന്ന് പറഞ്ഞാൽ മരിച്ചോയിന്നല്ല, ആശുപത്രി പോയി രക്തം കട്ട പിടിക്കണ നോക്കാൻ വേണ്ടിട്ട്. അത് ഞാൻ അറിഞ്ഞി. അത് ഒരു വാക്സിന്റെ കുഴപ്പമല്ല, അത് ചതിയാണ്. ദൈവം കൊടുത്ത ശിക്ഷ. എന്തിന്? ഓനെ ചതിച്ചാണ്. ഓൻ എന്നെയും കൂട്ടി പെണ്ണ് കാണാൻ പോയി. പക്ഷെ ആ പെണ്ണിനെ ഓൻ തട്ടിയെടുക്കാൻ നോക്കി. എന്നാ കല്യാണം നടക്കില്ല. അതറിഞ്ഞ നീ? അത് നടക്കില്ല. അറിഞ്ഞില്ലേ? കല്യാണം നടക്കൂല. വാക്സിനേഷൻ എടുത്ത ചെക്കനെ പെണ്ണിന്റെ വീട്ടുകാർക്ക് മാണ്ടാന്ന്. സത്യം. പെണ്ണ് കൊടുക്കില്ല. മന്മഥൻ, ഇതെല്ലാം നോർമലാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നണത് മന്മഥേട്ടന്റെ തോന്നലാന്നാ. അതാ വാക്സിൻ എടുത്തവർക്ക് ഇങ്ങനെ രക്തം കട്ട പിടിക്കും, പ്ലേറ്റ്ലെറ്റ് കുറയുന്നൊക്കെ വാർത്തയൊക്കെ വന്നില്ലേ? നമ്മുടെ പ്രദേശത്ത് തന്നെ കുറേ ചെറുപ്പക്കാരൊക്കെ ഇപ്പം മരിച്ചു ഡോക്ടറെ, ഈ വാക്സിൻ എടുത്തതിൻ്റെയൊക്കെ. അപ്പോൾ അത് വലിയ പ്രശ്നമാണെന്നാണ് ഇങ്ങനെ പൊതുവേ. വാക്സിൻ എടുത്തത് കൊണ്ടാണ് ഈ മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളതെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഏത് മരുന്ന് കഴിച്ചാലും അതിന് പാർശ്വഫലങ്ങളുണ്ട്. ഇപ്പോൾ പാരസിറ്റമോൾ, പനി വന്നു കഴിഞ്ഞാൽ ആളുകൾ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് വാങ്ങി കഴിക്കുന്നില്ലേ? മിഠായി കഴിക്കുന്നത് പോലെയാണ് ആളുകൾ കഴിക്കുന്നത്. അത് നല്ല പാർശ്വഫലമുണ്ട്. അപ്പോൾ വാക്സിൻ എടുത്തിട്ടാണ് ഇതുപോലുള്ള മരണങ്ങൾ സംഭവിക്കുന്നത്, കുഴഞ്ഞു വീണ് മരിക്കുന്നത് എന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യമില്ല. അതൊക്കെ വെറുതെ ആളുകൾ ഊഹാപോഹങ്ങൾ പറയുന്നതാണ്. ഡോക്ടറെ, ഈ കോവിഡ് വരാത്തവരും വാക്സിൻ എടുത്ത ആൾക്കാരുണ്ടല്ലോ, അതിൽപ്പെട്ടവരും അറ്റാക്ക് വന്ന് മരിച്ചതായിട്ട് കേട്ടിരുന്നു. അതൊന്നും ഇപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ കോവിഡ് വന്നിട്ടില്ല എന്നുള്ളത് ഒരാൾക്ക് അങ്ങനെ സ്ഥിരീകരിച്ച് പറയാൻ കഴിയില്ല. അയാൾക്ക് കോവിഡൊക്കെ വന്നിട്ടുണ്ടാവും. എല്ലാ ആളുകൾക്കും അതിൻ്റെ സിംറ്റംസ് കാണിക്കണമെന്നില്ല. ചില ആളുകൾക്ക് കാണിക്കും, ചില ആൾക്ക് കാണിക്കില്ല. അത്രയേ ഉള്ളൂ. ഇത് ഇപ്പോൾ ഈ വാക്സിൻ വരുന്നതിന് മുമ്പേ ആളുകൾ അറ്റാക്കായിട്ട് മരിച്ചിട്ടില്ലേ? ഇപ്പോൾ നിങ്ങളുടെ അറിവിലേക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ ഈ അപ്പനപ്പൂപ്പന്മാരുടെ കാലത്ത് എന്തെല്ലാം അസുഖങ്ങളുണ്ടായിരുന്നു. പോളിയോ, വസൂരി, വില്ലൻ ചുമ, മലേറിയ, ഈ വക അസുഖങ്ങൾ ഇപ്പോൾ ഉണ്ടോ? എന്തല്ലാത്തത്? അത് വാക്സിനേഷൻ കൊണ്ടാണ്. വാക്സിനേഷൻ കണ്ടുപിടിച്ചു എന്നുള്ളതും അത് ഫലപ്രദമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ടാണ് ആ അസുഖം ഭൂലോകത്ത് നിന്ന് നമ്മൾ തുടച്ചു നീക്കിയത്. അത് ശാസ്ത്രത്തിൻ്റെ വളർച്ചയാണ്. അതല്ല ഡോക്ടറെ, ഏതോ മരുന്ന് കമ്പനിക്കാര് ഇങ്ങനെ വാക്സിന്റെ പ്രശ്നം ഉണ്ടെന്ന് അവര് സമ്മതിച്ചു എന്നൊക്കെ ആയിരുന്നു വാർത്ത. മരുന്നിന് സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന്. അതെന്താണെന്നറിയാമോ? അത് ആസ്ട്രാസെനക്ക എന്ന് പറയുന്ന ഒരു മരുന്ന് വിതരണ കമ്പനി ബ്രിട്ടീഷ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഒരു അഫിഡവിറ്റിൽ പറയുന്ന കാര്യമാണ്. അതാണ് ഈ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. ആളുകൾ അറ്റാക്ക് വരുന്നു, മരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇതൊന്നും ഇപ്പോൾ അവർ പറഞ്ഞിട്ടില്ല. ഒരു മരുന്ന് കമ്പനിയും ആളുകൾ അറ്റാക്ക് വന്ന് മരിക്കുന്നതും അല്ലാതെ മരിക്കുന്നതൊന്നും ഒക്കെ ഈ മരുന്ന് ഉപയോഗിച്ചത് കൊണ്ടാണ് എന്ന് ഒരു കമ്പനി പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഈ വാക്സിൻ വിരോധികളായിട്ടുള്ള ആളുകൾ പറഞ്ഞു വരുത്തുന്നതാണ്. പിന്നെ ഈ കോവിഡ് വന്നിട്ട് ലോകമാകെ സ്തംഭിച്ചു നിൽക്കുന്ന സമയത്ത് ഈ വാക്സിൻ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ എന്താണ്? അത് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? മരണനിരക്ക് ഒരു വലിയ പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റിയിട്ടില്ലേ? ഈ അസുഖത്തിനെ നമുക്ക് ചെറുത്ത് തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ലേ? അപ്പം നമ്മൾ പരസ്പരം ഇരുന്ന് സംസാരിക്കുന്നില്ലേ? മുമ്പ് അതിന് പറ്റിയിരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. വാക്സിൻ്റെ ആ ഗുണത്തെ നമ്മൾ കാണാതെ പോകരുത്. അതെ, ഞാൻ പറഞ്ഞ കാര്യമൊന്ന് എന്താണ്? പ്യാരിജാതന്റെ കാര്യം നമുക്ക് ഒന്നുകൂടി ആലോചിക്കാന്ന്. ഒന്ന് വിളിച്ചു നോക്കിയേ.
വിളിക്കല്ലേ? വിളിക്കേ. നമസ്കാരം. സുധാ, ഞാൻ വിളിച്ചത് നമ്മുടെ കുട്ടികളുടെ കല്യാണക്കാര്യം പറയാൻ വേണ്ടിയിട്ടാണേ. നമ്മുടെ കുട്ടികളുടെ? അതെ, ലക്ഷ്മിയുടെയും പ്യാരിയുടെയും. അത് നടക്കില്ല എന്നല്ലേ പറഞ്ഞ്? അത് സുഗത, അത് ഞാൻ അന്ന് പറഞ്ഞതൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അന്നങ്ങനെ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ കുഴപ്പമില്ല, നമുക്ക് കല്യാണം നടത്താം. അല്ല, നിങ്ങളന്ന് പറഞ്ഞപ്പോഴാണ് ഈ വാക്സിൻ എടുത്തുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഞാൻ ആലോചിച്ചതേ. അന്ന് മുതൽ പ്യാരിജാതനെ വാക്സിൻ എടുക്കാത്ത ഒരു കുട്ടീനെ അന്വേഷിച്ച് നടന്നു ഞാൻ. ഒരുപാട് ബുദ്ധിമുട്ടി. അവസാനം ഒരു കുട്ടീനെ കണ്ടെത്തി. അവർ തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചു. ഇനി ഇത് നടക്കില്ല. കല്യാണം നടക്കില്ലെന്ന്. പ്യാരിജാതന് കോവിഡ് വാക്സിൻ എടുക്കാത്ത ഒരു പെൺകുട്ടിയായിട്ട് കല്യാണം ഉറപ്പിച്ചു. എന്തൊരു വിവരക്കേടായി പോയി. എന്താണ് സുധി? ആണോ? എപ്പോ? അതെയോ? മരിച്ചോ? ICU അല്ലേ? ആ, ശരി ശരി ശരി. എന്താ എന്താ? നമ്മുടെ ശീതളനില്ലേ, ശീതളന് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ICUലാണെന്ന്. വാക്സിൻ എടുത്താണോ? ഇല്ല. മറിമായത്തിൻ്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പോൾ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.